റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് തിരികെ എത്തിയ ആ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ. പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് മരിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ലോഡ്ജിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. MG പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീക്ഷ, ഇത് വല്ലാതെ ദുഃഖം തോന്നുന്നു. ഒരു കണക്കിൽ ഇങ്ങോട്ടേക്ക് എത്തി, ഇപ്പോഴെന്താണ് ഇത് സംഭവിച്ചത്? സ്മിത, ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ നെയ്യാറ്റിൻകര പൊഴിയൂർ സ്വദേശിയായ ഡേവിഡ് മുത്തപ്പനെ കാണാനില്ലായിരുന്നു. വീട്ടുകാർ രാത്രിയോടുകൂടി വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് പലയിടത്തും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീടാണ് നെയ്യാറ്റിൻകരയിലെ ഒരു സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്തതായി വിവരം ലഭിച്ചത്. തുടർന്ന് ഈ വീട്ടുകാർ ഈ ലോഡ്ജിൽ എത്തുമ്പോൾ ഈ ലോഡ്ജ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഡേവിഡ് മുത്തപ്പൻ ഉണ്ടായിരുന്നത്. ഈ മരണത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഈ തൂങ്ങി മരിച്ച മുറിയിലെ വാതിൽ ചാരിയ നിലയിലായിരുന്നു. വീട്ടുകാരെത്തുമ്പോഴാണ് ഈ അപകടം ഇവർ അറിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ മരണത്തിലേക്ക് നയിച്ചതിന്റെ കാരണങ്ങളടക്കം പോലീസ് നിലവിൽ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മാസം മുമ്പാണ് ഈ മനുഷ്യക്കടത്തിൽ അകപ്പെട്ട ഡേവിഡ് മുത്തപ്പൻ തിരികെ നാട്ടിലെത്തിയത്. 24 വയസ്സാണ് ഡേവിഡ് മുത്തപ്പന്റെ പ്രായം. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസ് ഈ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സ്മിത, ശരി. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. പാവം, എന്ത് സംഭവിച്ചാവോ? ഒന്നാമത്തെ ഈ വല്ലാത്തൊരു ട്രോമയെ കൂടെ ആയിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.